ഞാനിത് നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിനക്കിത് കേട്ടിട്ട് വട്ട് പറയാന്നുള്ളത് തോന്നുന്നുണ്ടോ? ഏയ് അല്ലേലേ നീ ഒരു വട്ടിയാ, പിന്നെ പ്രത്യേകം പറയണോ? എന്നാ വെച്ചോ, വിശ്വസിക്കണ്ട. അയ്യോ പിണങ്ങല്ലേ പൊന്നെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നിനക്കിതിലും വിശ്വാസമില്ലെന്ന് എനിക്കറിയത്തില്ലേ. ബട്ട് സ്റ്റിൽ നീ ഇത്രയും സീരിയസ് ആയിട്ട് പറയണമെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട്. പിന്നെ നിന്റെ ശിവക്ഷേത്രത്തിൽ എന്ന ഉത്സവം? നെക്സ്റ്റ് മന്ത് ഐ തിങ്ക്. എനിക്ക് കറക്റ്റ് അറിയില്ല. നിനക്കൊരു സർപ്രൈസ്. എന്ത്? എവിടെ? പറയാം. കാണാൻ പോകുന്ന കാഴ്ച പറഞ്ഞറിയിക്കട്ടല്ലോ. ശരി, കഥയെഴുത്ത് നടക്കട്ടെ. ഹാടി, നിന്റെ വർക്ക് നടക്കട്ടെ. ബൈ, കോൾ മീ ലേറ്റർ. അമ്മായി. ദേവു പറ. ഞാൻ വയലിലേക്ക് ഇറങ്ങുവാണേ. എന്നായി പൊതിച്ചോറുകൂടി കൊണ്ടുപോക്കോ. മാമനൊന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ വരില്ല, കള പറിച്ച് തീർന്നില്ല, വരില്ല എന്ന് പറഞ്ഞു. അപ്പം ശരി. നടന്നു പോകണ്ട. നിനക്ക് ബൈക്ക് ഓടിക്കാൻ അറിയോ? പിന്നെ ഇല്ലേ, ഈ ദേവിനെ പറ്റി എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്നാൽ പുറകിലെ ഷട്ടർ തുറന്ന് നോക്ക്, അവിടെ ശിവയുടെ ബൈക്ക് കിടപ്പുണ്ട്. പെട്രോളൊക്കെ കാണും. പോകാൻ നേരത്ത് ഫുൾ അടിച്ചിട്ടാ പോയെ. അത് മതി. ഗീത ഇതാ, സൂക്ഷിച്ചു പോണേ. ശരി അമ്മായി. പൊതിച്ചോറ് വന്നേ. വന്നോ? വാ വാ. ഇത് അതേയില്ലേ എന്റെ അനിയത്തി പാർവതിയുടെ മോള് ദേവിക. മോളോ? കൊറിയെന്ന് പോന്നോ? ഇനി തിരിച്ച്? ഉത്സവമൊക്കെ കഴിഞ്ഞ ഡേറ്റ് തീരുമാനിച്ച് ഞാൻ പോകും. ഡേറ്റ് നീ തന്നെ തീരുമാനിച്ചോ? എന്നോട് ചോദിക്കണ്ട. പോവണ്ട, നീ ഇവിടെ കുടിക്കുന്ന ഞാൻ പറയും. എന്നാ ദേവ നിന്നെ വിടില്ല മോളെ. എനിക്ക് എന്റെ മോളെ ഇങ്ങനെ കൂടെ വേണമെന്ന് ആഗ്രഹം. ഞാൻ കൂടെ ഇരുന്ന് വിശപ്പ് തീരുവോ? എന്നാ കഴിക്ക്. എങ്കൊണ്ടാ? എന്താ എല്ലാരും ഇവിടെ? അമ്പലത്തിലെ ഉത്സവത്തിന്റെ കാര്യം സംസാരിക്കാനായിരുന്നു. അതിലെന്താ സംശയം? ഇപ്രാവശ്യത്തെ ഉത്സവം നമുക്ക് ഗംഭീരമാക്കണം. എൻ്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നത്. അറിയാം, എത്രയൊക്കെ ആഘോഷമാക്കിയാലും അമ്മയില്ലാത്ത കുറവ് അതൊരു കുറവ് തന്നെ. എന്നാ കാശിനാണെങ്കിൽ രാവിലെ അമ്പലത്തിലേക്ക് എത്തിച്ചേക്കാം. അത് മതി. വേണ്ട, ഞാൻ നാളെ രാവിലെ അമ്പലത്തിൽ പോകുന്നുണ്ട്, അപ്പൊ കൊടുക്കാം. എന്നാ അത് മതി. അപ്പൊ ശരി, നടക്കട്ടെ. ദേവമോളുടെ കൈ കൊണ്ട് ഉത്സവത്തിനുള്ള കാശ് വാങ്ങിയാൽ ഉത്സവം പൊടി പൂരമാകും. മുത്തശ്ശിയുടെ ഐശ്വര്യവും സ്വഭാവവും ഗുണങ്ങളും അതേപടി കിട്ടിയ കുടുംബത്തിലെ ഏക മോളത്. അവൾ താഴെ ഇറങ്ങി ചെന്നപ്പോൾ പൂജാമുറിയിൽ കാശ് പൂജിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവളെ ആ വേഷത്തിൽ കണ്ട് മാമനും മാമയും ആകെ അന്തപ്പെട്ടു പോയി. എന്റെ മോള് സുന്ദരിയായിട്ടുണ്ടല്ലോ. കൊള്ളാം മോളെ, ഇത് എനിക്ക് നന്നായി ചേരുന്നുണ്ട്. അമ്പലത്തിലേക്കുള്ള കാശ് അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നാ ശരി. അപ്പം ശരി, നമുക്ക് നാളെ കാണാം. ഇതേതാ ഈ സഞ്ചാരി? ഞങ്ങളുടെ തറവാട് ടൂറിസത്തിന് കൊടുത്ത കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്താ പെൺപിള്ളേരെ കണ്ടിട്ടില്ലേ? ശിവമംഗലം തറവാട്ടിൽ ഇങ്ങനൊരു പീസുള്ള കാര്യം ആദ്യമായിട്ട് അറിയുന്നത്. ശിവ, നീ ഇതൊന്നും പറയണ്ടേ? ചെറുക്കനൊന്നും പറയത്തില്ലായിരുന്നു. നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വന്നതാ. ഇവിടെ വന്നപ്പോൾ അതിലും വലിയൊരു സർപ്രൈസ് കിട്ടി. അവൻ്റെ ഒടുക്കത്തി ഒരു സർപ്രൈസ്. ഇവിടെ നിൽക്കണ്ട, വാ, കയറി വാ. ശിവയായിരുന്നോ? അമ്മായി. എന്താ ദേവു? അച്ചു ഇങ്ങോട്ട് വിളിച്ചായിരുന്നു. അപ്പം ശിവക്ക് എന്താ പറയണ്ട്, അമ്മയുടെ കയ്യിൽ തരാൻ പറഞ്ഞു. ഹലോ ശിവ, എന്താടാ? അതമ്മ, എൻ്റെ നമ്പറിൽ നിന്ന് എനിക്ക് അങ്ങോട്ട് ഇനി വിളിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഫോൺ പാർട്ടിക്ക് പോയപ്പോൾ പോളി വീണ് നാശമായി. അയ്യോ, എന്നിട്ട് നിനക്ക് വല്ലതും പറ്റിയോ? എന്നാ മോളെ, അച്ഛൻ എന്താ പറയണ്ടെന്ന്. അച്ഛൻ, എനിക്കിപ്പോൾ ഒരു കാര്യം അറിയണം. എന്നിൽ കാണാത്ത എന്ത് പ്രത്യേകതയാവും നിന്നിൽ കണ്ടേ? ആ മണ്ണുണ്ണിയുടെ കണ്ണിൽ കുരുവൊന്നും ഇല്ലല്ലോ. ഒന്ന് കൊണ്ട് കാണിക്കാൻ പറ. ഒന്നുമില്ലല്ലോ, നിന്നെക്കാട്ടിൽ ലുക്ക് എനിക്കല്ലേ. എന്നായാലും എന്നെ ഞാനൊക്കെയാണ് റിജക്റ്റ് ചെയ്തേ. എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ മൈ ഗോഡ്, അവനിതിപ്പോൾ ഒരു തെറ്റ് പറ്റാൻ വേറെ ഇല്ല. അച്ഛൻ എൻ്റെ ചേച്ചിക്ക് എന്താ പറയണ്ടെന്ന്. അയ്യോ ശിവ. അല്ല പാർവതി, നീ ശ്രദ്ധിച്ച് കേട്ടോ. ഈ ശിവ ഒരു റീസണും ഇല്ലാതെ ആരെയും റിജക്റ്റ് ചെയ്യില്ല, ഹയർ ചെയ്യൂല, ഫയർ ചെയ്യില്ല. നിന്നെ ഞാൻ റീസണോട് കൂടി തന്നെ റിജക്റ്റ് ചെയ്തേ. ഫോൺ വെച്ചിട്ട് പോടെ കാണുവട്ടെ മാണുണി. നീ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൊണ്ട് വരുമല്ലോ, അന്നേരം നമുക്ക് നന്നായിട്ടൊന്ന് കാണണം.
അയ്യോ അത് ശിവയായിരുന്നു. എന്നാണതെന്നാ വിചാരിച്ച പോലെ നടന്നില്ലല്ലോ. അറിയാണ്ടാണല്ലോ ഒരു തല്ലു കൊടുത്ത്. ഇപ്പം എന്തൊരു സുഖ. അമ്മയോട് പറയാലായിരിക്കുമല്ലേ. അത്രയും പൊട്ടനാണോ അമ്മായി? ആ നീയോ? എടി നീ അവൻ്റെ മുറിയിലാണ് കിടക്കുന്നത്. നീ വേഗം ചെന്ന് അതിൻ്റെ അപ്പുറത്തെ മുറി ക്ലീൻ ആക്കിക്കൊടു. അവൻ നല്ല ദേഷ്യത്തിലാണ് വന്നത്. എന്താണെന്നറിയില്ല. ആ അമ്മായി ഞാൻ കൊടുക്കാം. ഇതാരാ എൻ്റെ മുറിയിൽ താമസം? ഞാനാ. നിന്നെ ആരും ഇവിടെ കയറ്റിയേ? എന്നെ തല്ലിയതും പോരാ, വഴക്കുണ്ടാക്കിയതും പോരാ, ചീത്ത വിളിച്ചും പോരാട്ട് ഇപ്പം എൻ്റെ മുറി നിനക്ക് വേണമല്ലേ? അത് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി വന്നപ്പോൾ അവർ പെട്ടെന്ന് വഴിയില്ലാണ്ട് നിന്നെ മുറി തന്നതാ. എന്നാ വിളിച്ചു പറഞ്ഞിട്ട് വന്നൂടായിരുന്നു? അപ്പം നീ പിന്നെ വിളിച്ച് പറഞ്ഞിട്ടാണല്ലോ വന്നേ. ആ കുന്തം പോട്ടെ, ഞാൻ ക്ഷമിച്ചു. എന്തായാലും നീ എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങാം. അയ്യടാ ഞാൻ അപ്പുറത്തെ മുറി ശരിയാക്കാനാ വന്നത്. നീ അപ്പുറത്തെ മുറി കിടന്നാൽ മതി. അയ്യേ, എനിക്ക് എൻ്റെ മുറി കിടന്നാലും ഉറക്കം വരത്തുള്ളൂ. പിന്നെ UK നീ ഈ ബെഡും കൂടെ കെട്ടിപ്പെറുക്കി കൊണ്ടുപോയി. ആ കുന്തം എന്താന്ന് വെച്ചാൽ കാണിക്ക്. ആ മതി മതി, ബാക്കി ഞാൻ ചെയ്തോളാം. പൊക്കോ. അമ്മായി ഇവിടെ ഒരു പ്ലേറ്റും കൂടെ. ആ ശിവയുടെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. നീ ചെന്ന് ശിവനെ വിളിച്ചിട്ട് വാ, ഫുഡ് കഴിക്കാറായെന്ന് പറ. എന്നെ വിളിക്കണ്ട, എനിക്കറിയാം. എന്നാൽ ഈയിടെ വന്നു കയറി ഇവളാണല്ലോ ഇപ്പം അമ്മയ്ക്ക് വലുത്. എന്നെ മറന്നൊക്കെ പോയല്ലേ. ഓ ഞാൻ പെട്ടെന്ന്. നീ ഇരിക്ക്. ആ മോനെ, നാളെ രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം കേട്ടോ. നമുക്ക് അമ്പലത്തിലെ ഉത്സവത്തിന് മുന്നേ കുറച്ച് പൂജ ചെയ്യാനുണ്ട്. അപ്പം ദൈവമോള് വരുന്നില്ലല്ലോ? ഇല്ലമ്മായി, ഇല്ല, എനിക്ക് രാവിലെ. അയ്യേ, രാവിലെ കുളിക്കാൻ പോലും മടിയല്ലേ? അമ്മായി പ്ലീസ്, ഇവരോട് മിണ്ടറിയാൻ പറ. എടാ പോടാ പാവം കൊച്ച്. അവൾക്ക് അലർജിയാ. രാവിലെ കുളിച്ചിട്ട് ഇനി പനി വല്ലതും വന്നു കഴിഞ്ഞാൽ. ഓ അമ്മ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ ദൈവനെ നമുക്ക് നാളെ രാവിലെ 5 മണിക്ക് കൊണ്ടുവരാം. എടാ വേണ്ട, നീ വേണ്ടാത്ത പണിക്കൊന്നും പോരുത്. അമ്മ, ജസ്റ്റ് ഫോർ എ ഫൺ. മിസ്റ്റർ കുരുപ്പേ, നിനക്ക് 5 മണിക്ക് കുളിച്ചിട്ട് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റത്തില്ലല്ലേ? എന്നാലും നീയൊക്കെ ഒരു പെണ്ണാണോ? ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ ഒട്ടും വലിയ അമ്പലാചാരിയാണ്. ഞാൻ നിന്നെ റിജക്റ്റ് ചെയ്തത് ഇതുമൂലാന്ന് വേണേൽ വിചാരിച്ചോ. ഇപ്പം ഞാൻ വിചാരിക്കുക, കൃത്യനിഷ്ഠയില്ലാത്ത നിന്നെ റിജക്റ്റ് ചെയ്തത് ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നു തന്നെ. നീ പോടാ പട്ടി. നിന്നെക്കാട്ടിലും മുന്നേ ഞാൻ നാളെ ഒരുങ്ങിയിരിക്കും. നോക്കിക്കോ. ആയിക്കോട്ടെ, നമുക്ക് കാണാം.